എല്ലാവർക്കും നമസ്കാരം. ഈ മാസം 5-ാം തീയതി വൈകുന്നേരം മൈസൂരിനടുത്ത് വളകോള ലക്ഷ്മി നരസിംഹസ്വാമി ക്ഷേത്രത്തിൽ വെച്ച് ശ്രീമദ് ഭാഗവത പാരായണം ആരംഭിക്കുകയുണ്ടായി. ഇതിനു മുമ്പ് തന്നെ തുറന്നുകൊണ്ടിരിക്കുന്നതായ ഒരു പാരായണ ക്രമമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ 5-ാം തീയതി മുതൽ 14-ാം തീയതി വരെ എന്നെയാണ് ഇവിടെ പാരായണം ചെയ്യാനായിട്ട് നിയമിച്ചിട്ടുള്ളത്. ഇന്ന് മധ്യാഹ്നത്തോടുകൂടി ഈയൊരു സമയത്ത് ശ്രീമദ് ഭാഗവത്തിലെ 12-ാമത്തെ സ്കന്ധത്തിൽ 13-ാമത്തെ അധ്യായം പാരായണം ചെയ്യുകയാണ്. ഇതോടുകൂടി ശ്രീമദ് ഭാഗവത ഗ്രന്ഥത്തിലെ എല്ലാ സ്കന്ധങ്ങളും എല്ലാ അധ്യായങ്ങളും പൂർണ്ണമായിട്ടും വായിച്ച് അവസാനിപ്പിക്കുവാൻ വേണ്ടി പറ്റിയതിൽ ആ ഭഗവാന്റെ പാദങ്ങളിൽ നമസ്കരിച്ചുകൊണ്ട് ഈ ഒരു അധ്യായത്തിലേക്ക് കടക്കട്ടെ. എല്ലാവർക്കും സമ്പൽ സമൃദ്ധിയും ആയുരാരോഗ്യ സൗഖ്യങ്ങളും നേർന്നുകൊണ്ട് ഈ ഒരു അധ്യായം പാരായണം ചെയ്യും. അതാ 13-ോऽധ്യായഃ. സൂത ഉവാച യം ബ്രഹ്മാ വരുണേന്ദ്രരുദ്രമരുത സ്തുന്വന്തി ദിവ്യൈസ്തവൈർവേദൈഃ സാംഗപദക്രമോപനിഷदैर्गायन्ति യം സാമഗാഃ ധ്യാനാവസ്ഥിത തദ്ഗതേന മനസാ പശ്യന്തി യം യോഗിനോ യസ്യാന്തം ന വിദുഃ സുരാസുരഗണാ ദേവായ തസ്മൈ നമഃ. പൃഷ്ടേ ഭ്രാമ്യതമന്ദമന്ദരഹിതൈർഗ്രാവാഗ്രകണ്ഠോ യരാന്നിദ്രാലോഹം കമഠാകൃതേർഭഗവത ശ്വാസാനിലാപാന്തുവഃ യൽസംസ്കാരകലാനുവർത്തനവസൽ വേലാനിഭേനാംഭസാം യാതായാതമതന്ത്രിതം ജലനിധേർനാദ്യാപി വിശ്രാമ്യതി പുരാണസംഖ്യാസംഭൂതിം അസ്യ വാച്യപ്രയോജനേ ദാനം ദാനസ്യ മാഹാത്മ്യം പാഠാദേശ്ച നിബോധത ബ്രാഹ്മം ദശസഹസ്രാണി പാത്മം പഞ്ചോനഷഷ്ടി ച ശ്രീവൈഷ്ണവം ത്രയോവിംശൽ ചതുർവിംശതിശൈവകം ദശാഷ്ടോ ശ്രീഭാഗവതം നാരദം പഞ്ചവിംശതി മാർക്കണ്ഡം നവവന്നം ച ദശപഞ്ച ചതുശതം ചതുർദശ ഭവിഷ്യം സ്യാത് തഥാ പഞ്ചശതാനി ച ദശാഷ്ടൗ ബ്രഹ്മവൈവർത്തം ലിംഗമേകാദശൈവതു ചതുർവിംശതി വാരാഹം ഏകാശീതി സഹസ്രകം സ്കാന്ദം ശതം തഥാ ജൈകം വാമനം ദശകീർത്തിതം കൗർമ്മം സപ്തസാഖ്യാതം ഭാഷ്യം തത്വ ചതുർദശ ഏകോനവിംശൽ സൗവർണം ബ്രഹ്മാണ്ഡം ദ്വാദശൈവതോ ഏവം പുരാണസന്തോഹശ്ചതുർലക്ഷ ഉദാഹൃതഃ തത്രാഷ്ടാദശസഹസ്രം ശ്രീഭാഗവതമിഷ്യതേ ഇദം ഭഗവതാ പൂർവം ബ്രഹ്മണേനാഭിപങ്കജേ സ്ഥിതായ ഭവഭീതായ കാരുണ്യാൽ സംപ്രകാശിതം ആദിമധ്യാവസാനേഷു വൈരാഗ്യാഖ്യാനസംയുതം ഹരിലീലാകഥാവ്രാതാമൃതാനന്ദിതസൽസുരം സർവവേദാന്തസാരം യത് ബ്രഹ്മാത്മൈകത്വലക്ഷണം വസ്ത്വദ്വിതീയം തന്നിഷ്ഠം കൈവല്യൈകപ്രയോജനം പ്രൗഷ്ടപത്യാം പൗർണമാസ്യാം ഹേമസിംഹസമന്വിതം ദദാതി യോ ഭാഗവതം സയാതി പരമാം ഗതിം രാജന്തേ താവതന്യാനി പുരാണാനി സദാം ഗണേ യാവന്ന ദൃശ്യതേ സാക്ഷാൽ ശ്രീമദ്ഭാഗവതം പരം സർവവേദാന്തസാരം ഹി ശ്രീഭാഗവതമിഷ്യതേ തത്ര സാമൃതതൃപ്തസ്യ നാന്യത്ര സ്യാൽത്യതി ക്വചിത് നിന്നഗാനാം യഥാ ഗംഗാ ദേവാനാം അച്യുതോ യഥാ വൈഷ്ണവാനാം യഥാ ശംഭു പുരാണാനാം ഇദം തഥാ ക്ഷേത്രാണാം ചൈവ സർവേഷാം യഥാ കാശീ ഹ്യനുത്തമാ തഥാ പുരാണവ്രാതാനാം ശ്രീമദ്ഭാഗവതം ദ്വിജാഃ ശ്രീമദ്ഭാഗവതം പുരാണമമലം യത് വൈഷ്ണവാനാം പ്രിയം
യസ്മിൻ പാരമഹംസമേകമമലം ജ്ഞാനം പരം ഗീയതേ തത്ര ജ്ഞാനവിരാഗഭക്തിസഹിതം നൈഷ്കർമ്മ്യമാവിഷ്കൃതം തച്ഛൃണ്വൻ വിപഠൻ വിചാരണപരോ ഭക്ത്യാ വിമുച്യന്നര കസ്മൈ യേന വിഭാസിതോയമതുലോ ജ്ഞാനപ്രദീവ പുരാ തദ്രൂപേണ ച നാരദായ മുനയേ കൃഷ്ണായ തദ്രൂപിണ യോഗീന്ദ്രായ തദാത്മനാഥ ഭഗവത്യാദായ കാരുണ്യദത്തച്ഛുദ്ധം വിമലം വിശോകമൃതം സത്യം പരം ധീമഹി നമസ്തസ്മൈ ഭഗവതേ വാസുദേവായ സാക്ഷിണേ ജയിതം കൃപയാ കസ്മൈ വ്യാജരക്ഷേ മോക്ഷവേ യോഗേന്ദ്രായ നമസ്തസ്മൈ ശുകായ ബ്രഹ്മരൂപിണേ സംസാര സർപ്പദഷ്ടം യോ വിഷ്ണുരാദം അമൂമുചത് ഭവേ ഭവേ യഥാ ഭക്തി പാദയോസ്തവ ജായതേ തഥാ കുരുഷ്വദേവേശ നാഥസ്ത്വന്നോ യഥ പ്രഭോ നാമസങ്കീർത്തനം യസ്യ സർവപാപപ്രണാശനം പ്രണാമോ ദുഃഖശമനഃ തം നമാമി ഹരിം വരം. ഇത് ശ്രീമദ്ഭാഗവതേ മഹാപുരാണേ വൈയാസിക്യാം അഷ്ടാദശസഹസ്ര പാരമഹംസ്യ സംഹിതായാം ദ്വാദശസ്കന്ധേ ത്രയോദശോऽധ്യായः. ഇത് ദ്വാദശസ്കന്ധः समाप्तः. सम्पूर्णोऽयं ग्रन्थः त्वदीयं खलु गोविन्द तुभ्यमेव समर्पये तेन त्वदङ्घ्रिकमले हृदिं मे यच्छ शाश्वतीं ശ്രീഹരേ നമഃ. 10ാമത്തെ സ്കന്ധത്തിൽ 3ാമത്തെ അധ്യായത്തിൽ ഭഗവാന്റെ അവതാരം കൂടി വായിച്ചുകൊണ്ട് ഇത് സമർപ്പിക്കുകയാണ്. അധസർവഗുണോ വേദകാല പരമശോഭന യർഹീവാചന ജന്മക്ഷം സാന്തക്ഷഗ്രഹനാരകം ദിശപ്രസേതുർഗഗനം നിർമ്മലോടുഗണോദയം മഹീ മംഗളഭൂയിഷ്ടപുരഗ്രാമവൃജാകര നദ്യപ്രസന്ന സലിലാഹൃദാ ജലരുഹസ്യ ദ്വിജാളികുലസന്നാദസ്തവഗാവനരാജയ വവോ വായുസുഖസ്പർശ പുണ്യഗന്ധവഃ ശുചി അഗ്നേസ്തദ്വിജാദീനാം ശാന്താസ്തത്ര സമിന്ധത മനസാസംപ്രസന്നാനി സാധൂനാമസുരദ്രുഹാം ജായമാനേ ജിരേ തസ്മിൻ നേതുർദുന്ദവയോ ദിവി ജഗുക്കിന്നരഗന്ധർവാതുഷ്ടവസിദ്ധയാരണാः വിദ്യാധര്യശ്ചന്ദ്രോത്സരോഭിസ്സംദദാ മുമുചുർമുനയോ ദേവാ സുമനാസുമുദാന്വിതാः മന്ദം മന്ദം ജലധരാ ജഗർജസാഗരം നിശീതേ തമോദ്ഭൂതേ ജായമാനേ ജനാർദ്ദനേ ദേവക്യാം ദേവരൂപിണ്യാം വിഷ്ണുസർവഗുഹാശയാ ആവിലാസി യഥാവ്രാച്യാം ഋഷീന്ദ്രിവപുഷ്കല കമൽപുരം ബാലകംബുജക്ഷണം ചതുർഭുജം ശംഖഗദായുധായുധം ശ്രീവത്സലക്ഷ്മം കലശോഭികൗസ്തുവം പീതാംബരം സാന്ദ്രവയോധസൗഭഗം മഹാർഗവൈദൂരകിരീടകുണ്ടലത്വിഷ പരിഷ്യുക്തസഹസ്രകുണ്ടലം ഉദ്ദാമകാഞ്ജങ്കണാധി വിരോചമാനോ വസുദേവ ഐക്ഷത. ശ്രീഹരേ നമഃ. എന്നെ ഈ ഒരു ക്ഷേത്രത്തിലേക്ക് ക്ഷണിച്ചത് ശ്രീകാന്ത് ശർമ്മ പറളി അദ്ദേഹമാണ്. അദ്ദേഹത്തിന് ഈ തരുണത്തിൽ ഞാൻ നന്ദി രേഖപ്പെടുത്തുകയാണ്. അതുപോലെ തന്നെ അദ്ദേഹത്തെ പരിചയപ്പെടുത്തി തന്നത് എൻ്റെ ശിഷ്യനും ഏറെ ഞാൻ സ്നേഹിക്കുന്നതുമായ ശ്രീ AK മാധവൻ നമ്പൂതിരിയാണ്, അപ്പടം കാരക്കാട്ടിലും കൈതപ്പുറം. അദ്ദേഹത്തെയും ഞാൻ നന്ദിയോടെ സ്മരിക്കുകയാണ്. എല്ലാവർക്കും എല്ലാ നന്മകളും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇവിടെ സമർപ്പിക്കുന്നു. ശ്രീഹരേ നമഃ. ഓം നമോ ഭഗവതേ വാസുദേവായ. 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 സ്വസ്തി പ്രജാഭ്യ പരിപാലയന്താം ന്യായേന മാർഗേണ മഹിമഹേഷാഃ ഗോബ്രാഹ്മണേഭ്യ ശുഭമസ്തു നിത്യം. ലോകാഃ സമസ്താഃ സുഖിനോ ഭവന്തു. കായേന വാചാ മനസേന്ദ്രിയർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാത് കരോമി യദ്യൽ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. ഹരി ഓം. തുടർച്ചയായിട്ട് നാളെ നാരായണീയം, മറ്റന്നാൾ ഭഗവത്ഗീത, ഈ 2 പാരായണം കൂടെ കഴിഞ്ഞുകൊണ്ടാണ് ഈ ഒരു 9 ദിവസത്തെ പാരായണ പരിപാടികൾ അവസാനിപ്പിക്കുന്നത്.